ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അല്ലി മഹേഷ്. ഇപ്പോൾ ഇഷ്ടം പോലെ മാമ്പഴമുള്ള ഒരു സമയമാണ്. അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു ശരിയായ രീതിയിലൊരു മാമ്പഴ പുളിശ്ശേരിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഞാൻ 5 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ 5 മാങ്ങയെന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് ഊർന്ന ടൈപ്പിലെ മാങ്ങയാണ് ഈ 5 മാങ്ങ. അതിലുണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന രീതിയായത്. അപ്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടങ്ങ് വഴറ്റണം. ഇത് നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് അല്പം അരപ്പ് വേണം. അപ്പോൾ അത് അല്പം തേങ്ങ, 1 പിടി തേങ്ങ പീര എടുത്തിട്ടുണ്ട്. ഇതാ 1/4 ടീസ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് തൈരാണ് വേണ്ടുന്നത്. തൈര് ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അരച്ചങ്ങെടുക്കണം. നമ്മൾ ശർക്കര ഒഴിച്ച് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. കണ്ടോ, ആ നെയ്യും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ട്. ആ പറഞ്ഞ തേങ്ങാപ്പീര, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിട്ട് തൈരും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ ഇതിലേക്കങ്ങ് ചേർക്കണം. ഇപ്പം തന്നെ കൊതി വരുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്തേക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് ഒന്ന് ചൂടായാൽ മതി. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിതിന് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിന് നെയ്യ് തന്നെ കടുക് പൊട്ടിക്കണം. നമ്മൾ അതിന് വേണ്ടുന്ന നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് അല്പം ഇടാം. അല്പം ഉലുവ കൂടി ഇടുന്നുണ്ട്. മുളക്, നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത നമ്മുടെ ഫേവറേറ്റ് കറിവേപ്പില. ഇതില്ലെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പോൾ ഈ കറിവേപ്പില എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന കറിവേപ്പില തന്നെ വേണമെന്ന് എനിക്ക് വളരെ നിർബന്ധമുള്ളതാണ്. അപ്പോൾ ആ കറിവേപ്പില ഇത്തിരി കൂടിയെന്ന് വിചാരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പം അതൊന്ന് നന്നായിട്ട് കടുകൊക്കെ പൊട്ടി റെഡിയാക്കാം. നമ്മൾ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് താളിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ഉണ്ടല്ലോ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റായത് കേട്ടോ. ഈ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം.
അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തയ്യാർ. അപ്പോൾ നമുക്ക് അമ്മയോട് തന്നെ ഈ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം. അമ്മയൊന്ന് നോക്കിയമ്മേ. അമ്മയാകുമ്പോഴത്തേക്ക് അമ്മ ഭയങ്കര വിശ്വാസം, എന്നെ അത്രയും ചിലപ്പം വിശ്വാസം ഇതിലെടുക്കത്തില്ലായിരുന്നു. അമ്മ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ വേണമെങ്കിൽ. അപ്പോൾ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. നല്ല രുചിയാണ്, നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഈ മാമ്പഴമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഊറുന്ന മാങ്ങ തന്നെ എടുത്ത് ചെയ്യാൻ ശ്രമിക്കണം. അതായിരിക്കും കുറച്ചുകൂടെ രുചി കൂടുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ചോറ് കഴിക്കുമ്പം ഈ ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊരു കറിയുടെ ആവശ്യവും വരുന്നില്ല. അത്ര ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് പറ്റുന്നെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നിടം വരെ ബൈ.